വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി അമേരിക്കൻ വംശജനായ ഇസ്രയേൽ പൗരനെ വിട്ടയക്കാൻ സമ്മതമറിയിച്ച ഹമാസ്. സൈനികനായ ഈഡൻ അലക്സാണ്ടറെയാണ് വിട്ടയക്കുക. ബന്ദികളായിരിക്കെ കൊല്ലപ്പെട്ട ഇരട്ട പൗരത്വമുള്ള 4 പേരുടെ മൃതദേഹങ്ങളും വിട്ടുനൽകും. ഖത്തറിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേൽ ഉന്നയിച്ച ആവശ്യം ഹമാസ് അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ ബന്ദി കൈമാറ്റം എപ്പോഴായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 2 ആഴ്ച മുമ്പ് 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ച ശേഷം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇസ്രയേൽ ഹമാസ് ചർച്ച പുനരാരംഭിച്ചത്. 1ാം ഘട്ട വെടിനിർത്തൽ നീട്ടാമെന്ന നിലപാടിലാണ് ഇസ്രയേലും അമേരിക്കയും. എന്നാൽ മുൻ തീരുമാനപ്രകാരം 2ാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ആരംഭിക്കണമെന്നതിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നു. ഹമാസിനെ വരുത്തിക്ക് കൊണ്ടുവരാൻ കടുത്ത ഉപരോധം ഏർപ്പെടുത്തി വൈദ്യുതി വിച്ഛേദിച്ചും മുനമ്പിനെ വീണ്ടും ഭക്ഷ്യകുടിവെള്ള ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രയേൽ. 13 ദിവസമായി ഇവിടേക്ക് അവശ്യ സാധനങ്ങൾ കടത്തിവിടുന്നില്ല. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഗാസ സിറ്റിയിലും ബെയ്ത്ത് ലഹിയിലുമായി 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. കടന്നാക്രമണത്തിനിടെ സ്ത്രീകൾക്കുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നൊന്നായി നശിപ്പിച്ച ഇസ്രയേൽ ലൈംഗിക അതിക്രമങ്ങളെ യുദ്ധതന്ത്രമായി ഉപയോഗിച്ചെന്ന UN റിപ്പോർട്ടും പുറത്തുവന്നു. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. അതിനിടെ മുൻ നിലപാടിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതിനെ സ്വാഗതം ചെയ്ത് ഹമാസ് ഗാസ നിവാസികളുടെ സ്വദേശം വിടാൻ ആവശ്യപ്പെടില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണ് ഹമാസ് വക്താവ് ഹാസിം കാസിം സ്വാഗതം ചെയ്തത്. തീവ്ര സയനിസ്റ്റ് വലതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുമായി താദാത്മ്യം പ്രാപിക്കരുതെന്ന് ഹമാസ് വക്താവ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കാൻ ഇസ്രയേൽ അധിനിവേശത്തെ ബാധ്യസ്ഥരാക്കുന്നതിലൂടെ ഈ നിലപാട് ശക്തിപ്പെടുത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും കാസിം കൂട്ടിച്ചേർത്തു. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കെതിരായ സയനിസ്റ്റ് വലതുപക്ഷത്തിന്റെ വീക്ഷണവുമായി അണിനിരക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഹമാസ് വക്താവ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ഈജിപ്തും ട്രംപിന്റെ പുതിയ നിലപാടിനെ അഭിനന്ദിച്ചു. ഗാസയിലെ ജനങ്ങളെ നാട് കടത്തില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പറഞ്ഞു. ഗാസയിൽ നിന്ന് ആരെയും പുറത്താക്കാൻ ആരും പോകുന്നില്ലെന്ന് ഐറിഷ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനുമായി വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ ട്രംപ് പറഞ്ഞു. ഗാസ നിവാസികളെ ഈജിപ്തും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എന്നേക്കുമായി മാറ്റിപ്പാർപ്പിച്ച് ഗാസ മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന നിലയ്ക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്നും ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നുമാണ് ഇതുവരെ ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. പലസ്തീനുകളെ മാറ്റിപ്പാർപ്പിക്കാതെ തന്നെ ഗാസ പുനർനിർമ്മിക്കണമെന്ന ശക്തമായ നിലപാടാണ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു ലോക രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞയാഴ്ച കെയ്റോയിൽ ചേർന്ന അടിയന്തര അറബ് ലീഗ് ഉച്ചകോടിയും പിന്നീട് ജിദ്ദയിൽ ചേർന്ന OIC യോഗവും പലസ്തീനുകളെ മാറ്റിപ്പാർപ്പിക്കാതെ ഗാസ പുനർനിർമ്മിക്കാൻ ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഖത്തർ, ഈജിപ്ത്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാർ ബുധനാഴ്ച ഖത്തറിലെ ദോഹയിൽ US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി കൂടിക്കാഴ്ച നടത്തി. ഈജിപ്തിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതിയും വെടിനിർത്തൽ ശ്രമങ്ങളും ചർച്ച ചെയ്തു. യുദ്ധത്തിൽ തകർന്ന തീരപ്രദേശത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ഭരണസമിതി രൂപീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.